ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ വൈൽഡ് കാർഡുകൾ. അതായത് ഇപ്പോൾ മസ്താനി അവിടെ ഇരുന്ന് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. അതായത് വൈൽഡ് കാർഡുകളോടാണ്. അവിടെ വന്ന ലക്ഷ്മിയോടും നമ്മുടെ ജിഷിനോടും പ്രവീണിനോടും ആകാശിനോടൊക്കെയാണ് നമ്മുടെ മസ്താനി പറയുന്നത്. എന്ത് വന്നാലും ശരി തന്നെ അപ്പാനിയുടെ കയ്യിൽ നിന്നും ഒരു അടി മേടിച്ചിട്ടാണെങ്കിലും, അതായത് അപ്പാനിയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങിയിട്ടാണെങ്കിലും അപ്പാനിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ മസ്താനി പറയുന്നത്. കാര്യം അപ്പാനിയുടെ ഏറ്റവും വീക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പാനി പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ട്രിഗറാവും. പെട്ടെന്ന് ട്രിഗറായിട്ട് അടിക്കാനൊക്കെ പോകുന്ന ഒരു ടൈപ്പ് ആളാണ് നമ്മുടെ അപ്പാനി. ഇപ്പോൾ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഉൾപ്പെടെ ലാലേട്ടൻ പറഞ്ഞതാണ് ഇങ്ങനെയൊന്നും ചെയ്യരുത്, അത് ശരിയല്ല, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ദേഷ്യം നിയന്ത്രിക്കണമെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞതാണ്. പക്ഷേ പലപ്പോഴും നോമിനേഷൻ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ടാസ്കിൻ്റെ സമയത്താണെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിൽ പ്രൊവോക്കഡ് ആകുമ്പോൾ ട്രിഗർ ആകുമ്പോൾ അപ്പാനി പരിസരം മറന്ന് ദേഷ്യപ്പെട്ട് അടിക്കാൻ പോകുന്ന തരത്തിലേക്ക് വരാറുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മസ്താനി പറയുന്നത്, ഇവൻ്റെ കയ്യിൽ നിന്നും ഒരു അടി വാങ്ങിയിട്ടാണെങ്കിലും ഇവനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കും. അതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഞാൻ ഈ നടത്താൻ പോകുന്നത്. അതായത് പ്രൊവോക്കിംഗ് ഗെയിമാണ് ഉദ്ദേശിച്ചത്. പ്രൊവോക്ക് ചെയ്ത് അടി വാങ്ങിച്ചിട്ട് അപ്പാനി ഇവിടെ നിന്ന് പറഞ്ഞയക്കുക, ഇതാണ് മസ്താനി ഉദ്ദേശിച്ചത്. എന്തായാലും വൈൽഡ് കാർഡുകളായിട്ട് വന്ന ആളുകൾക്കെല്ലാം വ്യക്തമായ ഗെയിം പ്ലാനുണ്ട്. ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അവരെങ്ങനെ പുറത്താക്കാം, ഇതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. ഈ അപ്പാനിൻ്റെ കയ്യിൽ നിന്ന് മസ്താനി അടി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പാനി ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തായാലും ഇവിടെ പറയും. കാര്യം വോട്ടൊന്നും വലുതായിട്ടില്ല. പിന്നെ അടി കിട്ടിയാൽ മസ്താനി ചിലപ്പോൾ നന്നാവും. കാര്യം മസ്താനി ഇപ്പോൾ അവിടെ അല്പം ഓവറാണെന്നുള്ളത് നമുക്ക് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.